അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ പ്രാവശ്യവും ഓരോന്നൊന്ന് ചെയ്യുമ്പോൾ ഡേ ഇൻ മൈ ലൈഫ് ഇത് കുക്കിംഗ് ഒക്കെയാണ് ഞാൻ ഇടാറ്. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിക്കും ഇപ്പോൾ എന്താ വീഡിയോ ഇടാത്ത, അങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. കാരണം ഒരുപാട് പേര് കാണുന്നുണ്ടല്ലോ, അതിൻ്റെ സന്തോഷമാണ്. അപ്പോൾ അവർ ഇടാത്ത എന്താണെന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നാണല്ലോ. അപ്പോൾ ഞാനത് അമ്മലിട്ട് അപ്പോൾ റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒക്കെ പ്ലാൻ ചെയ്യുമെങ്കിലും ഞാനിപ്പോൾ അത് പൊതുവേ യൂട്യൂബിൽ ഇടാറില്ല. ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഇപ്പോൾ കുറച്ചും കൂടി ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ റമദാൻ 1 ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ഞാനൊരു ചെറിയൊരു സംരംഭം തുടങ്ങുകയാണ്, ഒരു ബിസിനസ് തുടങ്ങുകയാണ്. അത് മെലയ ബൈ ഫദ്വ എന്നൊരു നെയിമാണ്. അതെന്താണ് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. ഒരു 4-5 പേരെടുത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പോൾ അതാർക്കും മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ചെറിയ കുട്ടികൾ തുടങ്ങി ഒരുവിധ ആൾക്കാർക്ക് വരെ ഇപ്പം ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. സർപ്രൈസായിട്ട് ഗിഫ്റ്റ് കിട്ടുക, അതും അഫോർഡബിൾ ആയിട്ട്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു ടൈമിൽ എൻ്റെ പ്ലാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഇനി അത് ഇങ്ങനെ ആകാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. അത് നിങ്ങളുടെ സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം എനിക്ക് വേണം. അപ്പോൾ ഇപ്പം ഇതിൻ്റെ ഒരു മെയിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ആ സംഭവം എന്ന് പറയാനുള്ളൊരു കാണിച്ചു തരാനും കൂടിയിട്ടാണ് ഈ വീഡിയോ. കാരണം ഇപ്പോൾ ഈ ഒരു കാലത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇപ്പം എല്ലാം എൻജോയ് ചെയ്യുന്ന ടൈമാണ്. സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റ് എടുക്കാനായിട്ടെന്ന് വെച്ചാൽ ബർത്ത്ഡേ, സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മാർക്ക് കൂടുതൽ വാങ്ങി, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പം ഈടായിട്ട് കാണുന്നതാണ് 100 ദിവസം കംപ്ലീറ്റ് ചെയ്തു, ഫോൺ യൂസ് ചെയ്യാതിരിക്കുന്ന 100 ദിവസം കംപ്ലീറ്റ് ചെയ്തു. അതുപോലെ അങ്ങനെ ഓരോരോ എൻജോയ് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിരുന്നു. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും, ഗിഫ്റ്റ് പോലെയൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഖത്തറിലും നാട്ടിലും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലക്കി സ്കൂപ്പ് എന്നാണ്. അപ്പോൾ ആ പേര് പോലെ തന്നെ ലക്കി ആയിട്ട് കിട്ടും. ചിലപ്പോൾ കുറേ കിട്ടാം, ചിലപ്പോൾ കുറച്ച് കിട്ടാം, ചിലപ്പോൾ നോർമലായിട്ട് കിട്ടാം. പക്ഷെ അങ്ങനെ കുറച്ച് കിട്ടാൻ മാത്രമൊന്നും നമ്മളില്ല. അപ്പോൾ ഈ ഒരു സ്കൂപ്പിൽ എത്ര ഗിഫ്റ്റുകൾ കിട്ടുന്നു അത് പാക്ക് ചെയ്തിട്ട് നിങ്ങൾ പറയുന്നിടത്ത് എത്തിക്കുന്നതാണ് നമ്മുടെ ഈ ബിസിനസ്. അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് ഐറ്റംസ് എന്നുള്ളത് കുറച്ച് സാധനങ്ങളെല്ലാം ഞാൻ ലോഞ്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ മെലയ ബൈ ഫദ്വ എന്നും പണ്ട് ഇൻസ്റ്റയിൽ ഒരു പേജും എൻ്റെ പേജിലും ഞാനത് ആഡ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഐറ്റംസ് കാണുമ്പോൾ എല്ലാം വിചാരിക്കുന്നത് ചെറിയ ചെറിയ സാധനങ്ങളല്ലേ, ഇത് ഒരു എന്താ പറയുക എല്ലായിടത്തും കിട്ടുന്ന സാധനങ്ങളല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ചെന്ത് കാണിക്കാനാണ്, നമ്മൾ എന്തിനത് കിട്ടേക്കണം എന്നുള്ളൊരു സംഭവം എല്ലാവർക്കും ചോദിച്ചിട്ടാണ്. അപ്പോൾ ഈ ഐറ്റംസിലെല്ലാം വെച്ചിട്ട് ഒരു ലക്കി സ്കൂപ്പ് റെഡിയാക്കി അത് പാക്ക് ചെയ്ത് എത്തിക്കേണ്ടടുത്ത് എത്തിച്ച് അവരുടെ ഫേസും അവരിൽ നിന്ന് കിട്ടുന്നതിനുള്ളൊരു സന്തോഷം കൂടി പങ്കിടുമ്പോൾ എന്തായിരിക്കും, നല്ല രസമായിരിക്കില്ലേ? അപ്പോൾ അത് അഫോർഡബിളായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരും ആഗ്രഹിക്കുന്നത്. കാരണം എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാണ് ഞാൻ ഗിഫ്റ്റുകൾ കിട്ടാനും, അതുപോലെ പൈസ കുറവിൽ കിട്ടാൻ അത്രയും വലിയ കാര്യമാണല്ലോ. ഞാൻ ഇത് തുടങ്ങാൻ വേണ്ടിയിട്ട് റമദാൻ 1 ഇതെല്ലാം സെറ്റ് ചെയ്തു. നമ്മൾ ഇപ്പോൾ എൻ്റെ ആ വീഡിയോ ഇൻട്രൊഡക്ഷൻ വീഡിയോ മീൻസ് ഈ ബിസിനസ് ലോഞ്ച് ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ ഞാനത് എന്തെല്ലാം ഐറ്റംസിലാണെന്നുള്ളത് അതിൻ്റെയൊക്കെ വീഡിയോസുകളെല്ലാം ഞാൻ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അതിന് ശേഷം നമുക്കെല്ലാവർക്കും അറിയാം ഇപ്പോഴും അതിൻ്റെ ഒരു ഷോക്കിൽ നമുക്ക് മാറി വരുന്നുള്ളൂ. യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട്, ഞാനിപ്പോൾ ഖത്തറിലാണല്ലോ, യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഒരുപാട് പേര് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്, വിഷമിക്കുന്നുണ്ട്, ടെൻഷൻ അടിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം നാട്ടിലേക്ക് കാണുന്ന ന്യൂസ് പോലൊന്നുമല്ല. അത്രയും പേടിക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഗവൺമെൻറ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ സേഫാണ്. നമുക്ക് സുഖമായിട്ട് ഉറങ്ങാൻ കഴിയുന്നു, സുഖമായിട്ട് ഭക്ഷണം കഴിക്കാൻ കഴിയുന്നു, ജോലിക്ക് പോകാൻ പറ്റുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ് ആണെന്നുണ്ടെങ്കിലും സ്കൂളുകൾ നടക്കുന്നുണ്ട്, ഇതൊക്കെ ചെയ്യുന്നുണ്ട്, നമ്മൾ സേഫാണ്. പക്ഷെ എന്നാലും നമ്മൾക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ആ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ചത് അത് എല്ലാവരും കാണണം. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ എല്ലാവരും കണ്ടെന്ന് വരില്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. 1 മാസത്തെ ഗ്യാപ്പിന് ശേഷം റമദാൻ കഴിഞ്ഞു, പെരുന്നാൾ കഴിഞ്ഞു, 1.25 മാസത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തോരം വിഷമിക്കുന്നു, അതിൽ കൂടുതൽ നാട്ടിലും ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഗ്യാസും ഈ പെട്രോളും ഡീസലൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇതാക്കും. അതും നമുക്ക് സങ്കടമാണ്. ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ യുദ്ധത്തിൻ്റെതായ സങ്കടവും, ഒരു സൈഡിൽ കൂടെ നമുക്ക് ഈ നാട്ടിലത്തെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ നമുക്ക് നല്ല വിഷമമുണ്ട്. പിന്നെയെന്ന് പറയാനായിട്ട് ഈ ഒരു ഭീതിയിൽ നിന്ന് ഒന്ന് റിക്കവറായി നമ്മൾ വരുന്നുള്ളൂ. ഇപ്പോൾ ഒന്ന് നോർമലായി നിൽക്കുന്ന ഈ ഒരു ദിവസങ്ങളിലാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ എല്ലാവരും ഇത് കാണുമ്പോൾ ഇതാണ് സംഭവം എന്ന് എല്ലാവർക്കും ഇത് കിട്ടണം. അപ്പോൾ അതൊരു ക്ലാരിഫിക്കേഷനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. എന്താണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ആ ഒരു സ്കൂപ്പിൽ എന്തോരം ഗിഫ്റ്റ് ഉണ്ടാവും,
അത് നമ്മൾ പാക്ക് ചെയ്ത് ആർക്കാണോ വേണമെന്ന് വെച്ചാൽ അവിടെ എത്തിച്ചു കൊടുക്കും. സർപ്രൈസ് ആയിട്ട് ആർക്ക് വേണം നമുക്ക് എത്തിച്ചു കൊടുക്കാം. നിലവിൽ ഖത്തറിലും ഇന്ത്യയിലും അവൈലബിൾ ആണ്. പിന്നെ എനിക്ക് വേറെ കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു സംഭവം, ഈ യുദ്ധഭീതി ഉണ്ടായിരുന്നപ്പോൾ ഒരുപാട് പേര് നമ്മളോട് അന്വേഷിച്ചു, നീ സേഫാണോ, നീ ഓക്കെ അല്ലേ, അവിടെ എങ്ങനെയുണ്ട്, അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അത് പ്രതീക്ഷിച്ചവരെന്നല്ല, പ്രതീക്ഷിക്കാത്തവരെന്ന് കേട്ടപ്പോഴൊക്കെ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. അതുപോലെ നമ്മൾ അത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര എനിക്കെന്തൊക്കെയോ ഒരു വിഷമങ്ങളൊക്കെ മാറിയ പോലെയാണ് നമുക്ക് ഫീൽ ഉണ്ടായിരുന്നു. കാരണം നമ്മളിതിൻ്റെ ഉള്ളിലിരുന്ന് ഈ ഒരു സംഭവം കാണുമ്പോഴുള്ള ഒരു ഫീൽ നിസ്സാരമൊന്നും അല്ല. പക്ഷേ അതൊന്നും നമുക്കിവിടെ പറയാൻ പറ്റില്ല എങ്ങനെയാണ് എന്താണെന്നൊക്കെ ഉള്ളത്. കാരണം അതങ്ങനെ ഷെയർ ചെയ്യാൻ പാടില്ലല്ലോ. സോ അതെന്തായാലും നമ്മൾ നല്ല രീതിയിൽ അതിലൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ റിക്കവറായി, ഓക്കെ ആയി. ഞങ്ങളും ഫാമിലിയും അറിയുന്നവരും ഒരുപാട് ഫ്രണ്ട്സും അല്ലാത്തവരൊക്കെ ഇവിടെ ഉണ്ട്. അവരൊക്കെ എല്ലാവരും സേഫാണ്. നാട്ടിൽ ഇപ്പോൾ ചെറിയൊരു വിഷമങ്ങൾ, നല്ല വലിയൊരു വിഷമങ്ങളാണ് ഈ ഗ്യാസും ഡീസലും കാര്യങ്ങളൊക്കെ. അതും വേഗം തന്നെ ശരിയാവും, റിക്കവറാകും. അപ്പോൾ എല്ലാവർക്കും എന്നോട് എൻ്റെ ഈ ഒരു ബിസിനസ്സിലേക്ക് എല്ലാവരുടെയും സപ്പോർട്ടും പ്രാർത്ഥനയും എല്ലാം വേണം. അപ്പോൾ ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര എന്തോ ഒരു ഗ്യാപ്പ് പോലെ ഫീൽ ചെയ്യുന്നത്. അതാണ് ഇങ്ങനെ ഒരു വെപ്രാളം പോലേക്ക് വരുന്നത്. അപ്പോൾ എന്താണ് നമ്മുടെ ബിസിനസ് എന്നുള്ളത് നമുക്ക് കണ്ടാലോ. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു അതെങ്ങനെയാണ് എന്താണെന്നുള്ളത്. അപ്പോൾ അവർക്കൊക്കെ ഒരു ഉപകാരമാവാൻ കൂടിയിട്ടാണ് ഞാനിത് എന്താണ് നമ്മുടെ പരിപാടി എന്നുള്ളത് കാണിച്ചു തരുന്നത്. ഇപ്പോൾ ഇത് കണ്ടതിന് ശേഷം നിസ്സാര അഫോർഡബിൾ പ്രൈസേ ഉള്ളൂ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും സർപ്രൈസുകൾ കൊടുക്കാൻ വേണ്ടി എൻ്റെ അടുത്ത് പറയണം. നാട്ടിലും ഖത്തറിലും ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെലയ ബൈ ഫതുവയുടെ എന്തെല്ലാം നമ്മളെ കയ്യിലുള്ള സാധനങ്ങൾ എന്നുള്ളത്, ലോഞ്ച് ചെയ്ത സാധനങ്ങൾ എന്ന് പറഞ്ഞിരുന്നല്ലോ, ആ ഐറ്റംസുകളെല്ലാം ഞാൻ ഇൻസ്റ്റയിലെ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വക ഐറ്റംസിലാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസിൽ ഇപ്പോൾ നിലവിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ മെയിൻ സാധനം, ലക്കി സ്കൂപ്പ് എടുക്കുന്ന ലക്കി സ്കൂപ്പ് എടുക്കുന്ന ഗ്ലാസ്സാണിത്. അപ്പോൾ ഇതിന് നമ്മൾ തെർമോക്കോൾ ബോൾസൊക്കെ വെച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എത്ര സ്കൂപ്പ് വേണമെങ്കിലും എല്ലാവർക്കും ചൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒരു സ്കൂപ്പിൻ്റെ ഇത് നമ്മൾ കാണിക്കുന്നുള്ളൂ. 2 സ്കൂപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്രകാരം നമ്മൾ വേണമെങ്കിൽ കാണിച്ചിരുന്നതായിരിക്കും. ഇപ്പോൾ 1 സ്കൂപ്പ് എടുക്കുകയാണെങ്കിൽ എന്തോരം ഗിഫ്റ്റ്സുകൾ ഉണ്ടാകും എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ, തെർമോക്കോൾ ബോൾസ് നമ്മൾ ആഡ് ചെയ്യില്ല, ഓൾറെഡി ഇതിൽ വീരതും നമുക്ക് കൂട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1 2 3 4 5 6 7 8 9 10 11 12 13, അപ്പോൾ 13ഓളം ചാൻസുകളാണ് നമുക്ക് കിട്ടിയേക്കണത് കേട്ടോ. 13ഓളം ചാൻസിൽ ഒരുപോലെ ചാൻസിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇതുപോലെ ഒരെണ്ണം മാത്രം കിട്ടിയിട്ടുള്ളൂ, ഒരുപോലെ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ ഐറ്റംസ് എന്തെങ്കിലും വയ്ക്കും. ബോയ്സ് ആണെങ്കിൽ ബോയ്സിന് പറ്റിയത്, ഗേൾസ് ആണെങ്കിൽ ഗേൾസിന് പറ്റിയതാണ് നമ്മൾ വയ്ക്കുന്നത്. നമുക്ക് ഓരോ ഐറ്റംസിൽ എത്ര 12 ഐറ്റംസിൽ എന്തൊക്കെയാണ് വരുന്നത് നമുക്ക് ചെക്ക് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് ഈ ഒരു ഗ്രീനാണ്. ഈ ഒരു ഗ്രീൻ വരുന്നത് ഹെലോ കിറ്റിയുടെ കീ ചെയിനാണ്. ഓക്കെ, അത് നമ്മൾ തിരിച്ചതിൽ വയ്ക്കുകയാണേ. ഹെലോ കിറ്റിയുടെ കീ ചെയിനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഹെലോ കിറ്റിയുടെ കീ ചെയിൻ, ലൈറ്റ് ഇഷ്യൂ വന്നു. ഓക്കെ, ഇതേ ഇനി നമുക്ക് ഒരേ കളർ മാക്സിമം ആക്കുന്നുണ്ടെങ്കിൽ ഒരേ കളറാക്കാം കേട്ടോ. അതെ, ഹെലോ കിറ്റിയുടെ കീ ചെയിൻ ഒന്നും വന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് എന്താണെന്ന് നോക്കാം. ഫ്ലവർ ക്ലിപ്പാണ്. അപ്പോൾ ഫ്ലവർ ക്ലിപ്പ് എന്നുണ്ടെങ്കിൽ ഇതേ നല്ലൊരു ഫ്ലവർ ക്ലിപ്പ് കണ്ടോ, ഫ്ലവർ ക്ലിപ്പാണിത്. ആ സൗണ്ട് വരാത്തതുകൊണ്ട് ഞാൻ മാറ്റിയതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് ഇനി ഈ ഒരു ഇതാണ്. ഈ ഒരു ഐറ്റം എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കീ ചെയിനാണ്. ഗ്ലാസ് കീ ചെയിൻ ആകുമ്പോൾ ദേ ഈ ഒരു ഗ്ലാസ് കീ ചെയിനാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ടാറ്റു സ്റ്റിക്കറാണ്. ടാറ്റു സ്റ്റിക്കർ ആകുമ്പോൾ ദേ ഒരു ടാറ്റു സ്റ്റിക്കർ, ഒരു എക്സ്ട്രാ സ്റ്റിക്കറും ഞാൻ വയ്ക്കുന്നുണ്ട് കേട്ടോ. ഒരു എക്സ്ട്രാ ഒരു ഹെലോ കിറ്റിയുടെ ഒരു സ്റ്റിക്കറും കൂടി വയ്ക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് വരുന്നത് ഏതാണെന്ന് നോക്കാം. ലിപ്സ്റ്റിക് എറൈസറാണ്. ലിപ്സ്റ്റിക് എറൈസർ ഒരെണ്ണം വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഈ നെക്സ്റ്റ് വരുന്നത് മാഗ്നറ്റാണ് കേട്ടോ. മാഗ്നറ്റ് അതൊരെണ്ണം നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരെണ്ണം, ഒരു ബട്ടർഫ്ലൈ ആയിക്കോട്ടെ, അത് വെച്ചിട്ടുണ്ട്. ഈ നെക്സ്റ്റ് വരുന്നത് കവാല സ്റ്റിക്കറാണ്. അതും ഒരെണ്ണം വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഒരു കവാല സ്റ്റിക്കറും വരുന്നുണ്ട്, കവായ. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പേപ്പർ സോപ്പാണ് കേട്ടോ. അപ്പോൾ ഒരു പേപ്പർ സോപ്പും നമ്മൾ വയ്ക്കുന്നുണ്ട്.
ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഇതിൽ ഇത് നമുക്ക് നോക്കാം. ഹെയർ അക്സസറീസാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു ഹെയർ അക്സസറീസും കൂടി നമ്മൾ വയ്ക്കുന്നുണ്ട്. ഇനി ഗേൾസ് ആണെന്നുകൊണ്ടാണ് ഇങ്ങനെ, ബോയ്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ വയ്ക്കും. ഇനിയിപ്പോൾ വന്നിരിക്കുന്നത് ഇതാണ്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യൂട്ട് പെൻസിലാണ് കേട്ടോ. ക്യൂട്ട് പെൻസിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്യൂട്ട് പെൻസിൽ വയ്ക്കുന്നുണ്ട്. ഈ നെക്സ്റ്റ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മൂന്നും ഓൾറെഡി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണെന്ന് തോന്നുന്നു. റിപ്പീറ്റഡ് ആയിട്ട് വന്ന ഐറ്റംസിലാണ് ഈ 3 അപ്പോൾ അതിന് പകരം ഇതിലെന്താണോ വയ്ക്കാൻ പറ്റാത്തത് നമ്മളത് വയ്ക്കുകയാണ്. അപ്പോൾ ഈ 3 ഒരെണ്ണം നമുക്ക് ഹെലോ കിറ്റിയുടെ തന്നെ ഒരു മിനി പൗച്ച് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് തിരിച്ച് വയ്ക്കുന്നുണ്ട്. ഒരെണ്ണം നമ്മൾ ഒരു ക്യൂട്ട് പെന്ന് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതൊരെണ്ണം അങ്ങനെ വയ്ക്കുന്നുണ്ട്. ഇനി ഒരെണ്ണം പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിൽ അതിൻ്റെ സ്വിച്ചായിരിക്കും വയ്ക്കുക. ഇപ്പോൾ ഞാൻ ഒരു പെൺകുട്ടി ആണെങ്കിൽ ഞാനൊരു ബ്രേസ്ലെറ്റും കൂടി വയ്ക്കുന്നുണ്ട് കേട്ടോ. ഇത്ര ഐറ്റംസിലാണ് നമ്മൾ ഒരു ലക്കി സ്കൂപ്പിൽ കിട്ടുന്നത്. അത് അഫോർഡബിൾ തന്നെ ആയിരിക്കും, നിങ്ങൾക്ക് തന്നെ കണ്ടാൽ മനസ്സിലാവും. ഇത്രയും ഐറ്റംസ് ഒരു സ്കൂപ്പിൽ കിട്ടി, അതൊരു ഗിഫ്റ്റ് പോലെ പൊതിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് കഴിച്ചു കൊടുക്കണമെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് വാങ്ങണമെന്നുണ്ടെങ്കിലോ ഒരു നഷ്ടമേ അല്ല. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടാലും മനസ്സിലായാലും എന്നോട് പറയണം. അതുപോലെ ഇതുപോലെ പല ഐറ്റംസുകളാവാം, നമ്മളിൽ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഏത് ഐറ്റംസുകൾ വേണമെങ്കിലും ആവാം. അപ്പോൾ ഇതാണ് നമ്മുടെ 1 ലക്കി സ്കൂപ്പിലുണ്ടാവുന്ന ഐറ്റംസ്. ഒരു 12ഓളം ഐറ്റംസാണ് ഇതിലുള്ളത്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും പറയാം. അതുപോലെ സ്കൂളൊക്കെ തുറക്കുകയാണ്, നമുക്ക് സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് വേണ്ടി നമുക്ക് ഗിഫ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ എത്ര ചാൻസ് കിട്ടുന്നോ അത് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഇനി അതല്ല, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. കളർ തീം ചെയ്യാം, ബോയ്സിന് ചെയ്യാം, ഗേൾസിന് ചെയ്യാം, അങ്ങനെ ആർക്ക് വേണമെങ്കിലും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു സ്കൂപ്പിൽ ഇത്രയും ഐറ്റംസ് ഉണ്ടാവും. ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും നിങ്ങൾ എനിക്ക് മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുന്നതായിരിക്കുള്ളൂ. ഇനി സെപ്പറേറ്റ് റേറ്റ് ഒന്നും അല്ല, ഒരു സ്കൂപ്പിൻ്റെ റേറ്റേ വരുന്നുള്ളൂ. ലക്കി സ്കൂപ്പ് എന്നാണ് അതിന് പേരുള്ളത് കൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞത്. 12 ഐറ്റംസിന് നിസ്സാര പൈസ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ലക്കിയല്ലേ. അപ്പോൾ എല്ലാവർക്കും ലക്കി ആവാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും പ്രേ ചെയ്യണം, അതുപോലെ ഓർഡേഴ്സും ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ ഓർഡേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്ത് നിങ്ങളെ ഓർഡേഴ്സിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും എനിക്ക് ഓർഡേഴ്സ് തരണം. അപ്പോൾ എല്ലാവർക്കും ക്ലിയറായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാനതിൽ എന്നെക്കൊണ്ടായ രീതിയിൽ മാക്സിമം ഞാൻ ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂപ്പിൻ്റെ റേറ്റേ വരുന്നുള്ളൂ. ഒരു സ്കൂപ്പിന് ഇത്ര രൂപ. ആ സ്കൂപ്പിൽ കിട്ടുന്ന ലക്കി ഗിഫ്റ്റുകളാണ് അതൊക്കെ. കാരണം ചിലപ്പോൾ ഒരു സ്കൂപ്പിൽ കുറച്ചുണ്ടാവും, ചിലപ്പോൾ സ്കൂപ്പിൽ കൂടുതലുണ്ടാവും. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയിൽ കാണിക്കും എത്ര സ്കൂപ്പാണ്, അല്ല എന്തോരം ചാൻസ് നമുക്ക് കിട്ടി എന്നുള്ളത് കാണിക്കും. കാരണം ഒരു ഫേക്കായിട്ട് നമുക്ക് കാണിക്കില്ല, എല്ലാം നമ്മൾ ഈ വീഡിയോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഓർഡർ തരാം. ഇതിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം അതിൻ്റെ കൂടെ തന്നെ. ഇനിയിപ്പോൾ എനിക്കത് ആവശ്യമില്ല, വേറെ ആർക്കെങ്കിലും വേണ്ടി വന്നാലോ എന്നുണ്ടെങ്കിലോ. അപ്പോൾ എല്ലാവരും അത് ഷെയർ ചെയ്യുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റൊക്കെ ചെയ്യുക. ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ അപ്പോൾ എൻ്റെ ഈ ഒരു ബിസിനസ് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഒരു 10-12ഓളം ഗിഫ്റ്റ് ഒരാൾക്ക് ഗിഫ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അതും നിസ്സാര പൈസയ്ക്ക് വലിയൊരു അഫോർഡബിൾ ആയിട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ എല്ലാവരും സപ്പോർട്ടും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഓരോ വീഡിയോസുകളും നമ്മളത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഓർഡർ ആർക്കാണ് എന്നുള്ള ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഗ്യാപ്പ് ഇട്ടതിൽ എനിക്കും നല്ല ഇതുണ്ട്. പക്ഷെ എന്നാലും ഇതൊക്കെ ഒന്ന് സെറ്റായി റിക്കവർ ആയതിന് ശേഷം മാത്രമാണ് ഞാനിപ്പോൾ എൻ്റെ ഈ വീഡിയോ പോലും പോസ്റ്റ് ചെയ്യുന്നത്. കാരണം എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, എല്ലാവരും കൂളായിട്ടിരിക്കുമ്പോൾ എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതും നിങ്ങളടുത്ത് പറയാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജസ്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് പറയാം. നമ്മൾ ഇനിയും പ്രോഡക്റ്റ്സിലൊക്കെ ഇറക്കും. പക്ഷേ ഇതിൽ എനിക്ക് എന്തായാലും ഓർഡേഴ്സ് കിട്ടി സെറ്റ് ആവണം ഇൻഷാ അല്ലാ. അപ്പം മാക്സിമം ഷെയർ ചെയ്യുക, എല്ലാവരും ഓർഡേഴ്സ് തരാം. ഇത് കുട്ടികൾക്കും ബോയ്സിനും ഗേൾസിനും ഒക്കെ പറ്റിയ രീതിയിൽ നമുക്ക് അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. ചിലർ പറയും പിങ്ക് ഷെയ്ഡ് മതി എന്ന് പറഞ്ഞാൽ പിങ്ക് ഷെയ്ഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം, ബ്ലൂ ഷെയ്ഡിൽ സെറ്റ് ചെയ്യാം. മാക്സിമം അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ ബർത്ത്ഡേ അങ്ങനെ ഒരുപാട് ഗിഫ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ അറേഞ്ച് ചെയ്യാം. ഫ്രണ്ട്സിന് കൊടുക്കാൻ വേണ്ടി നമുക്ക് അറേഞ്ച് ചെയ്യാം. പിന്നെ വലിയൊരു ഹാപ്പി ന്യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് നമ്മൾ വയ്ക്കുന്നുണ്ട്. അതൊരു ഫ്രീ ഗിഫ്റ്റാണ്. ഓക്കെ, നമ്മൾ ഇപ്പോൾ എന്തായാലും നിലവിൽ എൻ്റെ ഈ ഒരു ഓർഡേഴ്സ് സ്റ്റാർട്ട് ചെയ്യണമല്ലോ. അത് ഗിഫ്റ്റ് എന്താണെന്നുള്ളതും നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നു. എങ്ങനെ ഓർഡേഴ്സ് വരുമ്പോൾ കാണിക്കുന്നതായിരിക്കും. ഗിഫ്റ്റ് എന്തായാലും മോശമല്ല, നല്ലൊരു ഗിഫ്റ്റാണ് കൂടെ കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതൊരു സർപ്രൈസ് ഗിഫ്റ്റും കൂടിയാണ്. നിങ്ങൾ ലക്കി സ്കൂപ്പിന് ഓർഡർ തരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തരുന്ന ഒരു സർപ്രൈസ് സമ്മാനം ഗിഫ്റ്റ്.
അതും ഇതിലുണ്ടായിരിക്കുന്നതായിരിക്കും. അത് നമുക്ക് വീഡിയോയിലും കാണിക്കുന്നതായിരിക്കും. അതെന്തായാലും മോശമല്ലാത്തൊരു ഗിഫ്റ്റും ആയിരിക്കും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ബൈ ബൈ. അപ്പോൾ എല്ലാവരും ഓക്കെ ഓർഡർ ചെയ്യാട്ടോ.